Hallelujah. Glory Jesus. Hallelujah. നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. Thank you, Lord. Hallelujah. Oh Jesus. Hallelujah. Thank you, Lord. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ ഞായറാഴ്ച ആരാധനയിലേക്ക് ഓൺലൈൻ ഓഫ്ലൈനിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. ആമേൻ. ഈ ദിവസത്തിന്റെ നന്മയ്ക്കായി സ്തോത്രം. ഈ ദിവസത്തിന്റെ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹത്തിനായി ആമേൻ, ദൈവം നൽകിയ ആരോഗ്യത്തിനായി, ദൈവം നൽകിയ കൃപകൾക്കായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയ കുടുംബത്തിനായി, ദൈവം നമുക്ക് നൽകിയ മക്കൾക്കായി ഹല്ലേലൂയ. ഈ പകൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും ഹല്ലേലൂയ നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. Thank you, Lord. ആരും മൗനമായിരിക്കാതെ ആമേൻ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ആമേൻ. മരിച്ചവരും മൗനതയിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ പകൽ ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഓ ശരക പാപ പാപ ശമനക ദുരിദികൾ കവനഗദരഗസി ഉറാക പാപ 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 റകവനക ദുരിദികൾ കവനഗസി. ഹല്ലേലൂയ. 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 സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് നൽകിയ കഴിവുകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. 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 ഓ എല്ലാ അക്ഷരങ്ങളും തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. നമ്മെ ഇവിടെ എത്തിച്ചത് മനുഷ്യരല്ല. ഓ നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഇപ്രകാരം ആമേൻ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ അവസരമൊരുക്കിയ കർത്താവിന് ഇരു കരങ്ങളും അടിച്ച നന്ദിയോടെ ഹല്ലേലൂയ. ആമേൻ. ഇത് യാദൃച്ഛികമല്ല, ദൈവത്തിന്റെ നിയമനമാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ചിലർ ആമേൻ ഹൃദയഭാരവുമായിട്ടായിരിക്കാം. ഓ ചിലർക്ക് പറയാൻ ആമേൻ ആളുകളില്ലാത്ത ആമേൻ വേദനകളുണ്ട്. ഹല്ലേലൂയ. ചിലർ സ്നേഹിക്കപ്പെടാതെ വളർന്നവരാണ്. അപ്പനുണ്ടായിട്ടും അപ്പന്റെ സ്നേഹം ലഭിക്കാത്തവർ, അമ്മയുണ്ടായിട്ടും അമ്മയുടെ വാത്സല്യം ലഭിക്കാത്തവർ, ആമേൻ തെറ്റിദ്ധരിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, ഓ നിരാശയിൽ കഴിയുന്നവർ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ വിവിധ സാഹചര്യത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഓ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഹല്ലേലൂയ വേർപാടിന്റെ വേദന കടിച്ചമർത്തി കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി പലരും കഴിയുമ്പോൾ ദൈവം നിനക്ക് ദാനമായി നൽകിയ ആയുസ്, ആരോഗ്യം, ആമേൻ ബലം, ഹല്ലേലൂയ നന്മ, ഓ എല്ലാം ഓർത്ത് ആമേൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, മക്കൾ ആമേൻ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, കൈകാലുകളിൽ ആമേൻ നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ. ഓ ശരീര അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഹല്ലേലൂയ. പ്രത്യാശ നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ. ആശയറ്റവർ, ആഹീനർ, ഹല്ലേലൂയ. ഓ അങ്ങനെ അനവധി നിരവധി വ്യക്തിത്വങ്ങൾ, ഹല്ലേലൂയ. അവരുടെ ഇടയിൽ ഹല്ലേലൂയ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഇന്ന് പകൽ നാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം, എന്നാൽ ദൈവം നിങ്ങളെ അകറ്റി നിർത്തുന്നില്ല.
ഇന്ന് ഈ ആരാധനയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കരം വെളിപ്പെടുകയാണ്. ആമേൻ. നിങ്ങളുടെ അപ്പന്റെ കരം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അമ്മയുടെ കരം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങളാണ് ആമേൻ തകർന്നിരിക്കുന്നത്. ആ അപ്പനെന്നെ ഒന്ന് പിടിച്ചു നടത്തിയെങ്കിൽ ചേതനയേറ്റ അപ്പന്റെ ശരീരത്തിന്റെ മുമ്പിൽ നിന്ന് വിങ്ങുന്ന തേങ്ങുന്ന വിതുമ്പുന്ന എത്രയോ തലമുറകൾ മൺമറഞ്ഞു പോയ അപ്പന്റെ ഓർമ്മ അയവർക്കി കഴിയുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, താരാട്ട് പാട്ടി ഉറക്കേണ്ട അമ്മ നഷ്ടപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങൾ, താങ്ങായി തണലായി ആശ്വാസമായി മാറേണ്ട ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, കൂടപ്പറപ്പ് നഷ്ടപ്പെട്ടവർ. ആ അപ്പന്റെ കരമുണ്ടായിരുന്നെങ്കിൽ, ആ അമ്മയുടെ കരമുണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ എന്നാഗ്രഹിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ അപ്പനേക്കാൾ അമ്മയേക്കാൾ കൂടപ്പറപ്പിനേക്കാൾ ചേർത്ത് പിടിക്കുന്ന ഒരു കരം. ആമേൻ. അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടം. ആമേൻ. മുഴു മഹത്വവും മുഴു മാനവും മുഴു പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഇന്ന് പകൽ സാഹചര്യങ്ങളെ മറന്ന് ബലഹീനതകളെ മറന്ന് ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറെങ്കിൽ ആ ആശ്വാസത്തിന്റെ കരം, ആ സ്വാതന്ത്ര്യത്തിന്റെ കരം ഹല്ലേലൂയ നിന്നെ ചേർത്ത് പിടിക്കുവാനിടയാകും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ആമേൻ 2 മക്കളിൽ ഇളയവൻ അപ്പന്റെ അരികിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, അപ്പാ എനിക്ക് ലഭിക്കേണ്ട ആ ആമേൻ സ്വത്ത് അവകാശം ആമേൻ എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. യാതൊരു മടിയും കൂടാതെ അപ്പൻ അത് പങ്കിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പന്റെ സ്വത്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഹല്ലേലൂയ അപ്പനെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, കൂടപ്പറപ്പിനെ മറന്ന്, ഹല്ലേലൂയ കൂട്ടാണ് വലുതെന്ന് ചിന്തിച്ച് ബഹുദൂരത്തിലേക്ക് പോയ ഒരപ്പന്റെ ഇളയ മകനെ കുറിച്ച് സത്യ വേദപുസ്തകം ആമേൻ വളരെ സവിസ്തരമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടുകെട്ടിലൂടെ അപ്പന്റെ കയ്യിൽ നിന്നും വാങ്ങിയ നന്മയുമായി ബഹുദൂരം സഞ്ചരിച്ച ആ മകന്റെ ആമേൻ കയ്യിലെ നന്മ തീർന്നപ്പോൾ കൂടെ കൂടിയ കൂട്ടുകാരെല്ലാം കൈയൊഴിഞ്ഞു. ഒടുവിൽ ആമേൻ എല്ലാം നഷ്ടപ്പെട്ടവനായി അവൻ ഒറ്റപ്പെട്ടു. ഏകാന്തതയിൽ അവന്റെ കൂടെ ആമേൻ ചില പന്നികൾ, ആമേൻ വിശപ്പ് മാറ്റുവാൻ ആമേൻ ആഹാരം പോലും ഇല്ലാത്ത സാഹചര്യം. ആമേൻ ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ അവൻ ചിന്തിക്കുകയാ, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ പോകും. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവവും ആമേൻ തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് രാജാക്കന്മാരെ പോലെ വാഴുവാൻ ഭൂമിയിലാക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്ന പാപം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിയ പാപത്തിൽ നിന്നും ആമേൻ അവൻ മനം തിരിയുവാൻ ആമേൻ ആ സാഹചര്യം ആമേൻ ഇടയായി. എല്ലാം നഷ്ടപ്പെട്ടു. കൂടെ കൂടിയവർ മറന്നു കളഞ്ഞു, ചേർത്ത് പിടിക്കേണ്ടവർ അകറ്റി നിർത്തി. ആമേൻ. അവൻ ചിന്തിച്ച് തുടങ്ങുകയാണ്. ആമേൻ. അപ്പൻ കാരണമല്ല, അമ്മ കാരണമല്ല, കൂട്ടുകാർ കാരണമല്ല, അധ്യാപകന് കാരണമല്ല, ഇന്ന് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നതാ. എല്ലാം നഷ്ടപ്പെട്ടവനായി പരാജയം ഏറ്റുവാങ്ങി കഴിയുന്ന ആ മകൻ ചിന്തിച്ചു, ആമേൻ എന്റെ പരാജയത്തിന് കാരണം ഞാനാ. ഹല്ലേലൂയ. എന്റെ പരാജയത്തിന് കാരണം എന്റെ അപ്പനല്ല, എന്റെ അമ്മയല്ല, എന്റെ കൂടപ്പിറപ്പല്ല, എന്റെ ജീവിത പങ്കാളിയല്ല. ആമേൻ. ഞാനാ. എന്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി, എന്റെ ആരോഗ്യം ഞാൻ നഷ്ടപ്പെടുത്തി, എന്റെ ആമേൻ ലഭിച്ച അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഓടിയത് കൊണ്ട് എന്നാ ആമേൻ അവൻ ചിന്തിച്ചു.
ആമേൻ, ഞാൻ മടങ്ങിച്ചെല്ലും. ഇന്ന് പകൽ ആമേൻ, ആ മകൻ മടങ്ങി വന്നപ്പോൾ പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ ചേർത്ത് നിർത്തുന്ന ആമേൻ ആ കരം, അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നീ എത്ര ദൂരം പോയാലും, എത്ര തെറ്റുകൾ ചെയ്താലും, എത്ര തകർന്നു പോയാലും ദൈവത്തിന്റെ കരങ്ങൾ ഇന്നും തുറന്നിരിക്കുന്നു. അത് ശിക്ഷയുടെ കരമല്ല, അത് വാത്സല്യത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്ന കരുണയുള്ള പിതാവിന്റെ കരം ഇന്ന് മകൾ മടങ്ങി വരുന്ന, അനുഭവിക്കുന്ന, തന്റെ ഏറ്റുകള് അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്ന, അവൻ ചേർത്ത് പിടിക്കുന്ന കരം. ഹല്ലേലൂയ. അത് വാത്സല്യത്തിന്റെ കരമാണ്. വിശ്വാസത്തോടെ ഇന്ന് പകൽ എത്ര പേർ ഹല്ലേലൂയ ആമേൻ ആ കരത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആതുതൻ ഞാനായിരുന്നു, ആതാതെ ദൈവമായിരുന്നു. ഞാനായിരുന്നു, ആതാതെ ദൈവമായിരുന്നു. ആതുതൻ ഞാനായിരുന്നു, ആതാരൻ ദൈവമായിരുന്നു. വാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. വാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ഞാനായിരുന്നു, ആതാരൻ ദൈവമായിരുന്നു. ആതുതൻ ഞാനായിരുന്നു, ആതാരൻ ദൈവമായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. ആതുതൻ ഞാനായിരുന്നു, ആതാരൻ ദൈവമായിരുന്നു. ആതുതൻ ഞാനായിരുന്നു, ആതാരൻ ദൈവമായിരുന്നു. കണ്ണുനീർ തുടച്ച നാഥൻ എന്നെ ചേർത്തു പിടിച്ച സ്നേഹമായിരുന്നു.
കണ്ണുനീർ തുടച്ച നാഥൻ എന്നെ ചേർത്തു പിടിച്ച സ്നേഹമായിരുന്നു. തള്ളി പറഞ്ഞ ലോകം മുഴുവൻ എന്നെ മറന്ന നാടുകളിലും യേശുവിൻ സ്നേഹം മാത്രം എന്നെ തേടി വന്നതായിരുന്നു. തള്ളി പറഞ്ഞ ലോകം മുഴുവൻ എന്നെ മറന്ന നാളുകളിലും യേശുവിൻ സ്നേഹം മാത്രം എന്നെ തേടി വന്നതായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു. ആ ഭവനം യേശുവായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു. ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. ആ ദൂതൻ ഞാനായിരുന്നു. ആ താരൻ ദൈവമായിരുന്നു. ഒരിക്കൽ കൂടെ ആ ദൂതൻ ഞാനായിരുന്നു. ആ താരൻ ദൈവമായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കുകയായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു. ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. അക്കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹല്ലേലൂയ ഈ പുസ്തകത്തിലെ മുഴുവൻ വചനങ്ങളും ആവശ്യമില്ല. സത്യവേദ പുസ്തകത്തിന് 66 പുസ്തകങ്ങൾ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ആമേൻ വചനങ്ങൾ മുഴുവനും ആമേൻ ആവശ്യമില്ല നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള ഒരു വചനം മതി. ഹല്ലേലൂയ. ആമേൻ. ഒരു വചനം മതി ജീവിതം മാറാൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, രോഗം മാറാൻ ഒരു വചനം മതി. ആമേൻ. കുടുംബം രക്ഷപ്പെടാൻ ഒരു വചനം മതി. കണ്ണുനീർ തുടയ്ക്കാൻ. ആമേൻ. ചിലർ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതാ തെറ്റായ വഴികളിലാണ്. ഹല്ലേലൂയ. ആമേൻ. ചിലർ മദ്യപിക്കുന്നു, ചിലർ പുകവലിക്കുന്നു. ആമേൻ. ചിലർ തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെ ആമേൻ സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മുടെ സമയം കവർന്നെടുക്കും. ഇതെല്ലാം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും. അതാണ് ധൂർത്തപുത്രനിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അതെ, പുകവലി, തെറ്റായ കൂട്ടുകെട്ടുകൾ, മദ്യപാനം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ആമേൻ കവർന്നെടുക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അധികമായി പ്രശ്നങ്ങൾ അതെ വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതം നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം അതെ ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷ നൽകുന്നു, വഴി തുറക്കുന്നു.
ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആരാധിക്കുന്ന ദൈവ പൈതലേ, സ്തുതിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി അവയെ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അതേ വെളിപ്പെടുവാൻ ഇടയാകും. ഇന്ന് പകലെല്ലാ കണ്ണുകളും അടച്ചാട്ട. ആമേൻ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആമേൻ. അതേ അപ്പന്റെ ഇളയ മകനെ പോലെ കഴിഞ്ഞ ആഴ്ച നാം കൂടി വന്നു. ആമേൻ. ദൈവത്തോട് ആവശ്യപ്പെട്ടു. ദൈവം ചില നന്മകൾ നൽകി, ദൈവം സൗഖ്യം നൽകി, ദൈവം വിടുതൽ നൽകി, ദൈവം ആരോഗ്യം നൽകി. ആമേൻ. അതിൽ നിന്നല്ല ആമേൻ അകന്നു പോയ ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ആമേൻ ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ഇന്ന് നിരാശയിൽ അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓ അപ്പന്റെ ഭവനത്തിൽ അനേക നന്മകളുണ്ട്. ആമേൻ. അവിടെ വേല ചെയ്യുന്ന ഒരു കൂലിക്കാരൻ ഒരുവനായിട്ടെങ്കിലും എന്നെ പരിഗണിക്കണമെന്നുള്ള ചിന്തയോടെ ഓടിച്ചെന്നപ്പോ ചേർത്ത് പിടിച്ചാക്കാരം പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോ അവനെ പിടിച്ചുയർത്തിയ കരം ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന, കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന നിന്നെ കണ്ട് പലരും മാറിപ്പോകുമ്പോ, നിന്നെ പുച്ഛിച്ച് മാറ്റി നിർത്തുമ്പോ ഹല്ലേലൂയ ചേർത്ത് നിർത്തുന്ന ആ വാത്സല്യത്തിന്റെ കരം ഹല്ലേലൂയ. പ്രിയ സഹോദരൻ അനൂപ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച നമുക്ക് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. സ്നേഹനായ നല്ല പിതാവേ, അനുഗ്രഹമായ കർത്താവേ, ഞായറാഴ്ച പകൽ വേളയിൽ നന്ദി പറയുന്ന കർത്താവേ, ആഴ്ച വെള്ളത്തിന്റെ 1-ാം ദിവസം കർത്താവേ ഞങ്ങളെ ഒരുമിച്ച് കർത്താവേ അങ്ങനെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളായിരുന്ന ഓരോ മേഖലയും കർത്താവേ ഒരു ആപത്തും അനർത്ഥം കൂടാതെ കർത്താവേ കാത്തു പരിപാലിച്ച ആ സ്നേഹ നികത്തിൽ ഓർത്ത് കർത്താവേ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളൊരു വ്യക്തി പോലും കുറയാതെ കർത്താവേ അച്ഛനിലേക്ക് കൂട്ടി വരുത്തിയല്ലോ കർത്താവേ, ആ കൃപയ്ക്ക് കരുതല് നന്ദി പറയുന്ന കർത്താവേ. സ്തോത്രം. ഈ ഞായറാഴ്ച പകൽ വേള കർത്താവേ ഹല്ലേലൂയ ദിവസം കർത്താവേ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാം. അങ്ങേതാവേ സ്തോത്രം ഉപയോഗിക്കുമാനിക്ക് ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥനത്താവേ. സ്തോത്രം. താരനത്താവേ ദൈവം തന്നെ വലിയ വീട് തന്നെ കാരണമാക്കുമാറാണമെന്ന് പ്രാർത്ഥനത്താവേ. ഓൺലൈനായി ഓഫ്ലൈനായി ഞങ്ങളുടെ ഏതാവേ സ്തോത്രത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ അങ്ങനെ കരക്കിൽ ഏൽപ്പിക്കുന്നതാവേ, എന്താവശ്യമായി കടന്നു വന്നാലും കർത്താവേ ആവശ്യത്തിന് അധികമായ താവേ അല്ല നന്മ കൊണ്ട് നിറയ്ക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. അല്ല വരാൻ കഴിയാത്ത വ്യക്തികളെ ഓർക്കുന്നതാവേ. ഹല്ലേലൂയ. ഇനിയുള്ള ദിവസങ്ങൾ താവരെ കൂട്ടി വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ല ഞങ്ങൾക്ക് നല്ല വചനങ്ങൾ നൽതിരുമാറാണമേ, നല്ല ആരാധന നൽതിരുമാറാണമേ എന്ന് പ്രാർത്ഥനത്താവേ. ഞങ്ങളുടെ ദാസൻ ഞങ്ങളുടെ ഇടയിൽ നിർത്തിയതാവേ അനുഗ്രഹത്തിന് വിടലിന് കാരണമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥനത്താവേ. ദാസനോട് ഓരോ വചനവും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് വിടലിന് കാരണമാക്കുമാറാണമേ. ആ വചനം തതുപ്രകാരം സ്വീകരിച്ചതാവേ മുന്നോട്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോ നൽതിരുമാറാണമേ എന്ന് പ്രാർത്ഥനത്താവേ. കടന്നു ആരെങ്കിലും രോഗത്തിൽ ഭാരപ്പെടുന്നതാവേ ആരംഭിച്ചനും പൂർണ്ണ സൗഖ്യം കൊടുത്ത് വാങ്ങിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഞങ്ങൾ ശക്തി ഉപയോഗിക്കുമാറാണമേ. ദൈവകൃപ ഞങ്ങൾ ഓരോരുത്തരും ചൊരിയുമാറാണമേ പ്രാർത്ഥനതാവേ. വന്നപോലെ എല്ലാ താവേ മടങ്ങി പോകുമ്പോഴത്താവേ പുത്തൻ അഭിഷേകത്താൽ പുത്തൻ ശക്തിയാൽ മടങ്ങി പോവുക ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കുമാറാണമേ പ്രാർത്ഥനതാവേ. യോപ്പാട് നടക്കുന്ന വിശുദ്ധ ആരാധന അനുഗ്രഹിക്കുന്നതോടൊപ്പം കത്താവേ ഈ ചെറിയ കൂട്ടിയാണ് അനുഗ്രഹിക്കുമാറാണമേ പ്രാർത്ഥനതാവേ. അഭിഷേകത്തിന്റെ കര ഞങ്ങൾ ഓരോരുത്തരെയും കത്താവേ ഓരോരുത്തരും പേരും കത്താവേ ചെറിയവരില്ല വലിയവരില്ലാതെ കത്താവേ ഓരോരുത്തരും പേരും ചൊരിയുമാറാണ് പ്രാർത്ഥനതാവേ. അവർ ജീവിത നിലവാരം അനുസരിച്ച് കർത്താവേ അവരോട് സംസാരിക്കുമാറാണമേ, ഇടപെടുമാറാണമേ പ്രാർത്ഥനതാവേ. ആവശ്യങ്ങൾ അധിക നന്മകൾ കൊണ്ട് നിറയ്ക്കുമാറാണമേ. അവർ ഏർപ്പെടുന്ന ഓരോ മേഖലകളിലും കർത്താവേ മറിച്ച് പരിപാലിക്കുന്നതാവേ. അവർ പോകുന്ന ഓരോ വഴികളിലും കർത്താവേ അങ്ങനെ കൃപ സാന്നിധ്യം കൂടിയിരിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തകർന്നു പോകുന്ന കർത്താവേ ഹല്ലേലൂയ. ദൈവകൃപയാലാത്താവേ നടത്തുന്ന ഓരോ കൃപയോ നന്ദി പറയുന്നതാവേ. സ്തോത്രം. വചനത്തിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കർത്താവേ വചനം എന്ത് പറയുന്നു കർത്താവേ അത് പ്രകാരം മുന്നോട്ട് ജീവിക്കുന്ന കൃപ കർത്താവേ ഞങ്ങളുടെ മക്കൾ കൊടുത്ത് മാനിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ചെറുകൃപയോട് നന്ദി പറയുന്ന കർത്താവേ. അല്പസമയം കൊണ്ട് ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ ദിവസമെല്ലാം ആയിരിക്കും കർത്താവേ ഞങ്ങൾ സംസാരിക്കേണ്ടത് ചെയ്യുമാറാണമേ. അഭിഷേകത്തിന്റെ ശക്തി നിറയ്ക്കുമാറാണമേ പ്രാർത്ഥനത്താവേ. ഞങ്ങൾ ഓരോ താഴ്ത്തിയിരിക്കുന്നതാവേ പിരിയാസാഞ്ഞങ്ങൾ കൂടിയിരിക്കുമാറാണമേ പ്രാർത്ഥനത്താവേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. Thank you, Lord. Hallelujah. Amen. നാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ട്
മറുപടിയുണ്ട്. Hallelujah. ആമേൻ. എത്ര പേര് വിശ്വസിക്കും? Hallelujah. ഹല്ലേലൂയ. ആമേൻ. Hallelujah. അപ്പന്റെ ഇളയ മകൻ ആ പന്നിയുടെ കൂടെ കഴിയുന്ന സാഹചര്യത്തിൽ അവന്റെ ഹൃദയത്തിൽ അവൻ എഴുതി, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. അപ്പന്റെ വീട്ടിൽ ഒത്തിരി വേലക്കാരുണ്ട്. ആമേൻ. അവരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ എന്ത് ചെയ്യും? ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ അവന്റെ ഹൃദയത്തിനകത്ത് അവൻ എഴുതി. ഹല്ലേലൂയ. എന്നിട്ട് അവൻ എഴുന്നേറ്റ് ആമേൻ അപ്പന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ആമേൻ. അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ, പ്രതീക്ഷയോടെ ആമേൻ കാത്തിരിക്കുന്ന ഒരപ്പൻ. ആമേൻ. അവനെ ചേർത്ത് പിടിച്ച് അവന് വേണ്ടുന്നതെല്ലാം നൽകി ആമേൻ അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആമേൻ വിശ്വാസത്തോടെ ഹല്ലേലൂയ ആമേൻ അതേ പ്രതീക്ഷ നൽകുന്ന, വഴി തുറക്കുന്ന ആമേൻ നല്ലൊരപ്പൻ. ഹല്ലേലൂയ ആമേൻ. ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ ചേർന്ന് പാടുവാൻ കഴിയും? ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു, ആ ദിവസം ഞാനായിരുന്നു, ആരാധൻ ദൈവമായിരുന്നു, ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ ഈ ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവവചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായിട്ട് സമയങ്ങൾ വേർതിരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോ ആത്മാവ് നിയോഗം തരുന്നവർ എന്ത് ചെയ്തോണം? പ്രാർത്ഥിച്ചോണം. ഇന്നോര് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആമേൻ മുമ്പായി ആമേൻ ആ അപ്പന്റെ ആ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ ആമേൻ മനസ്സ് കാട്ടിയ ആ മകനെ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ ആമേൻ പ്രാപിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ നിരാശയുടെ പടുകുഴിയിൽ നിന്ന്, ആ ഏകാന്തതയുടെ പടുകുഴിയിൽ നിന്ന്, എല്ലാം നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ നിന്ന് നിറവിന്റെ ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് അവനെ ഉയർത്തിയത് അവന്റെ മടങ്ങി വരവാണ്. പ്രൈസ് ദി ലോർഡ്.
Hallelujah. അവന്റെ മാനസാന്തരമാണ്. ഇന്ന് പകൽ നിങ്ങൾ മനസ്സ് വെക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ നിരാശകളെ മാറ്റുന്ന, നിങ്ങളുടെ ബലഹീനതകളെ മാറ്റുന്ന, നിങ്ങളുടെ ദുഃഖത്തെ മാറ്റുന്ന, നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ വാത്സല്യത്തിന്റെ കരത്തിന്റെ ആ സാമീപ്യം അനുഭവിപ്പാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ വേലക്കാരിൽ ഒരുവനായി, ഹല്ലേലൂയ, ആ വേലക്കാരിൽ ഒരുവനായി എന്നെ പരിഗണിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ, അവിടുന്ന് എന്നെ ശക്തീകരിക്കണമേ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട്, വിവിധ നിലകളിൽ നിരാശപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട്, പകർച്ചവ്യാധികളാ, മാറാരോഗങ്ങളാ, ജോലി നഷ്ടപ്പെട്ടവരാ, ആമേൻ, വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവർ ഓർത്തുകൊണ്ട്, ആമേൻ, ഇന്ന് പകൽ ദൈവം എന്നോട് ഇടപെടണമേ. ദൈവം എന്റെ കുഞ്ഞുങ്ങളോട് ഇടപെടണമേ. ദൈവം എന്റെ ജീവിത പങ്കാളിയോട് ഇടപെടണമേ. ആ രോഗക്കിടക്കയിലായിരിക്കുന്ന മാതാവിനോട്, ആമേൻ, ആ പിതാവിനോട്, ആമേൻ, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളോട്, ആലംബഹീനനോട്, ആമേൻ, ആ പാപം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് വൃക്ഷങ്ങൾക്ക് മറവിൽ ഒളിഞ്ഞിരുന്ന, ആമേൻ, ആദമിനോട്, ആമേൻ, ഇടപെട്ടതുപോലെ ഇന്ന് പകൽ അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് സംസാരിക്കണമേ. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്താണ് സ്തോത്രം. പാദത്തിലേക്ക് അടുത്തുവരികയാണ് കർത്താവെ. വൽക്കാത്ത ശുശ്രൂഷത്തിന് കർത്താവെ സഹായിക്കുന്ന സുഷ്മദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രാർത്ഥന ചെയ്ത് കേൾക്കുന്ന വചനം ഞാൻ ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലുമായി തിരുമകർത്താവെ അവിടുന്ന് ആക്കണമേ. പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ സംസാരിപ്പാൻ അവിടുന്ന് അധികാരപ്പെട്ട ബന്ധമില്ലാത്ത വചനിപ്പാലിനെ ഓരോരുത്തരോട് പ്രിയ ചെലുമേ കർത്താവെ. ഓൺലൈൻ ഓഫ്ലൈനിൽ കർത്താവ് വിദേശ സ്വദേശത്തായി എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് കർത്താവിന്റെ പാതവിട്ടിലെ ദൂർത്തപുത്രനെ പോലെ കർത്താവ് പൽക്കാൻ ഞാൻ ജീവിതത്തിൽ ഒരു മടങ്ങി ഒരു കർത്താവെ. ഞങ്ങൾ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കർത്താവ് എല്ലാത്തിനും തീർന്നു പരിശുദ്ധന്മാരുടെ സാന്നിധ്യം അവിടുത്തെ ഭാഗത്തിനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യമാക്കണം, രോഗികളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥന, വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം പ്രാരംഭവാക്യമായി വായിക്കും. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവൻ നിവർക്കട്ടെ. തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൽ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തോട് ഓൺലൈനിലൂടെ ഇപ്പോഴും വരും ദിനങ്ങളിലും ഈ സന്ദേശം ശ്രവിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഇടപെടുന്നത് നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ആമേൻ. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, അലസന്മാരായി മടിയന്മാരായി അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഉഴപ്പന്മാരായി ആമേൻ ഇരിക്കുന്നവരെയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്.
എല്ലാവർക്കും വേണ്ടത് അനുഗ്രഹമാണ്, എല്ലാവർക്കും വേണ്ടത് വിടുതല, എല്ലാവർക്കും വേണ്ടത് സൗഖ്യമാ. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം ഈ പകൽ നമ്മോട് പറയുന്നത്, ആമേൻ, നിന്റെ ആമേൻ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആരോ പറയുന്നത് കേട്ടു, ആമേൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീടിന്റെ പരിസരം സേവനവാരം നടത്തണോ? നടത്തണം എന്ന് ചിന്തിച്ചാ പോരാ, നടത്തണം എന്ന് ആമേൻ പ്ലാൻ ചെയ്താ പോരാ, നടത്തണം എന്ന് വിചാരിച്ചാ പോരാ, നടപ്പാക്കണമെങ്കിൽ ഹല്ലേലൂയ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. അപ്പൊ നാം ചെയ്യേണ്ട കാര്യം നാം ചെയ്തെങ്കിൽ മാത്രമേ പരീക്ഷയിൽ എത്തിയത്തുള്ളൂ. ഹലോ, പരീക്ഷയിൽ ജയിക്കത്തുള്ളൂ. ആമേൻ. അധ്യാപകർ പാഠങ്ങൾ പഠിപ്പിക്കും. ഹല്ലേലൂയ. അധ്യാപകർ ചെയ്യേണ്ടത് അധ്യാപകർ ചെയ്യും. ആമേൻ. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ചെയ്യണം. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവം അവൻ ചെയ്യേണ്ടത് ആമേൻ അവൻ മുന്നമേ ചെയ്തു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുന്നവർ ചെയ്യേണ്ടത് ആമേൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ സ്വീകരിക്കേണ്ടത്, അത് ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ടത് ആമേൻ അവൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഓരോ മനുഷ്യനുമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ വചനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ എന്ത് ചെയ്യുക? വിശാലമാക്കുക. ആരാ വിശാലമാക്കട്ടെ? വീടും പരിസരവും വൃത്തിയാക്കേണ്ടത് ആരാ? അവനവന്റെ നോട്ട്ബുക്കില് ആമേൻ അധ്യാപകൻ പറയേണ്ടത് എഴുതേണ്ടത് ആരാ? അടുത്തിരിക്കുന്നവരാ. ഇന്നത്തെ തലമുറ എന്ത് ചെയ്യുന്നറിയോ? ആമേൻ അധ്യാപകന് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയിരിക്കും. ആമേൻ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആമേൻ മൊബൈൽ എടുത്ത് ഒരൊറ്റ വിളിയാ. ആരെയാ? എഴുതിയവരെ, ശ്രദ്ധിച്ചവരെ. എടി, ആ എഴുതിയ നോട്ടൊന്ന് അയച്ചു തരുവോ? ഫീമെയിലിനെ വിളിക്കുന്നത് എടാ, മെയിലിനെ വിളിക്കുന്നത് എടിയിൽ. ഒന്ന് അയച്ചു തരുവോ? എന്തുവാ ആ നോട്ടേ? പഠിക്കുന്നവൻ നോട്ട് എഴുതി, പഠിക്കാത്തവൻ നോക്കിക്കൊണ്ടിരുന്നു. എന്താ നോക്കിയെന്ന് നോക്കിയവനോട് ചോദിച്ചാ പറയും, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ വീട്ടിൽ അവൻ ഉത്തരവാദിത്വത്തോടെ ആയിരിക്കേണ്ടവർ, ഹല്ലേലൂയ, ഉത്തരവാദിത്വം മറന്നു പോയി ആമേൻ കിടന്നുറങ്ങിയാൽ, ഹല്ലേലൂയ, ആമേൻ. അപ്പോ ആമേൻ ഇവിടെ അവൻ നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ എന്ത് ചെയ്യുക? വിശാലമാക്കുക. വീട് അല്പം കൂടെ വലുതാക്കണം എന്നാഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? പണം സമ്പാദിക്കും. പണമില്ലാതെ വീട് വലുതാക്കാൻ പറ്റില്ല. പറ്റുമോ? അച്ചാച്ച ഒരു റൂമും കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഇന്നത്തെ സിമെന്റിന്റെ വിലയും ഇഷ്ടികയുടെ വിലയും ടൈൽസിന്റെ വിലയും, അല്ലേ? അപ്പൊ എന്ത് വേണം? പണം ഉണ്ടാക്കണം. എല്ലാരും അതിനുവേണ്ടി ഓടുക. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ആമേൻ നാം ചെയ്യേണ്ടത് നാം എന്ത് ചെയ്യണം? ചെയ്യണം. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യണം? സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ എന്ത് ചെയ്യുക? ശ്രോത്രം. മോശയുടെ മുമ്പിൽ ചെങ്കടൽ. മോശയോട് പറഞ്ഞത് മോട്ടർ അടിച്ച് വെള്ളം വറ്റിക്കിടാന്നാണോ? പിന്നെ കയ്യിലിരിക്കുന്ന ശ്രോത്രം
മോശെ, നിനക്ക് അധികാരമൊക്കെ ഉണ്ട്. ആമേൻ. മുമ്പിലെ തടസ്സങ്ങൾ മാറണമെങ്കിൽ നീ ഉണർന്ന് പ്രവർത്തിക്കണം. വേണ്ടേ? പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ ചില കഷ്ടമൊക്കെ സഹിക്കണം, ഉറക്കമൊക്കെ കുറയ്ക്കണം, അല്ലേ? സ്വത്രം. ഉഴപ്പൊക്കെ മാറ്റണം, അലസതയൊക്കെ മാറ്റണം, മടിയൊക്കെ മാറ്റണം, കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചവരോട് ചോദിക്കുക, കോപ്പി അടിച്ചിട്ടാണോ ജയിച്ചേ? ആണോ ഫേവേ? സർട്ടിഫിക്കറ്റ് ഒക്കെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. ചില അവാർഡുകളും ചില ട്രോഫികളും ഒക്കെ അവൻ ലഭിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ആരംഭിക്കാം. അനൂപിന് ഒരു 5 ലക്ഷം രൂപ കാഞ്ഞിരപ്പള്ളി ചെന്നാൽ, അവിടുത്തെ ഷോപ്പിൽ ചെന്നാൽ ജൂൺ മാസം 25-ാം തീയതി 10 മണിക്ക് ചെന്നാൽ തരാമെന്ന് പറഞ്ഞു. എന്തുവാ? കാഞ്ഞിരപ്പള്ളിയില് ജൂൺ മാസം 25-ാം തീയതി 10 മണിക്ക് എത്തിയാൽ എത്ര ലക്ഷം? 5 ലക്ഷം. അനൂപ് ജീവിത പങ്കാളിയോട് പറഞ്ഞു, 25-ാം തീയതി 10 മണിക്ക് എനിക്ക് കാഞ്ഞിരപ്പള്ളി ഷോപ്പിൽ ചെല്ലണം, എനിക്ക് 5 ലക്ഷം രൂപ എന്ത് ചെയ്യും? കിട്ടും. ഇന്ന് ഞായറാഴ്ച 21-ാം തീയതി വൈകുന്നേരം പറഞ്ഞു, നീ എത്ര ദിവസമുണ്ട്? 4 ദിവസമുണ്ട്. അനൂപ് എന്ത് ചെയ്യും? അതിനുവേണ്ടി തയ്യാറാവോ? ഇല്ല, എന്താണ് പറയാതെ ഓക്കെ, അത് കറക്റ്റായ കാര്യമാണ്. അനൂപിന് തരാം എന്ന് പറഞ്ഞത് സത്യമാണ്, അത് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി അനൂപ് എന്ത് ചെയ്യും? തയ്യാറാവും, ഇല്ലേ? അനൂപ് 25-ാം തീയതി 10 മണിക്ക് കാഞ്ഞിരപ്പള്ളി ഷോപ്പിൽ എത്താൻ വേണ്ടി 24-ാം തീയതി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഭാര്യയോട് പറഞ്ഞു, 5 മണിക്കൂർ യാത്രയുണ്ട്, അതുകൊണ്ട് രാവിലെ 4 മണിക്ക് എന്നെ എന്ത് ചെയ്യണം? ഉണർത്തണം. ഭാര്യ ഉറങ്ങാതിരുന്ന് ഉണർത്തി. രാവിലെ എഴുന്നേറ്റ് പാലക്കാട് ചെന്നിട്ട് കോയമ്പത്തൂർ വഴി തിരുപ്പൂര് പോകുന്ന ട്രെയിനിൽ കയറി നാഗർകോവിലെത്തി. അവിടുന്ന് കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോ 26-ാം തീയതി 10 മണിയായി. ഹലോ, 26-ാം തീയതി 10 മണിയായി. 21-ാം തീയതി ഞായറാഴ്ച രാത്രി ഭാര്യയോട് പറഞ്ഞതും 24-ാം തീയതി പറഞ്ഞതും ആമേൻ ഭാര്യ ഉണർത്തിയതും ആമേൻ യാത്ര ചെയ്തതും എല്ലാം ശരിയാ. 25-ാം തീയതി 10 മണിക്ക് ഷോപ്പില് 5 ലക്ഷം രൂപയുമായിട്ട് ആള് വന്ന് കാത്തിരുന്നു. എത്തിയത് എന്നാ? 26-ാം തീയതി 10 മണിക്ക്. അവൻ 21-ാം തീയതി തൊട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി. 24-ാം തീയതി യാത്ര പുറപ്പെട്ടു. പക്ഷേ യാത്ര ശരിയല്ലായിരുന്നു. ആമേൻ. 5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ആമേൻ 24 മണിക്കൂറും കഴിഞ്ഞ് ആമേൻ അടുത്ത ദിവസം 10 മണിക്ക് എത്തിയപ്പോ ആമേൻ ഷോപ്പിൽ ആളില്ല, ഷോപ്പ് അടഞ്ഞു കിടക്കുകയാണ്. ആരുടെ കുഴപ്പമാ? ആരുടെ കുഴപ്പമാ? ഭാര്യയുടെ കുഴപ്പമാ? ഭാര്യ ഉണർത്തിയില്ലേ? യാത്ര ചെയ്തില്ലേ? തരാന്ന് പറഞ്ഞ ആള് വാക്കുമാറിയതാണോ? ആരുടെ കുഴപ്പമാ? വ്യക്തിയുടെ കുഴപ്പം. ഇന്ന് പകൽ ഇരുന്ന് ചിന്തിക്കേ. ആമേൻ. ആരാധിക്കാഞ്ഞിട്ടാണോ? സമയത്ത് ആരാധിക്കത്തില്ല, സമയത്ത് പ്രാർത്ഥിക്കത്തില്ല,
ആമേൻ. ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യത്തില്ല. എന്നിട്ട് എന്നെ പറ്റിച്ചു. ആര് പറ്റിച്ചു? നീ നിന്നെ തന്നെ നിന്റെ സമയത്തെ നിനക്ക് തോന്നിയതുപോലെ നിന്റെ യാത്രയെ നീ ചെയ്തിട്ട. ഹല്ലേലൂയ. ഇന്ന് കരഞ്ഞോണ്ടിരിക്കുക, സങ്കടപ്പെട്ടോണ്ടിരിക്കുക, നിരാശപ്പെട്ടോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിനൊരു സമയമുണ്ട്. ആമേൻ. ദൈവത്തിന്റെ സമയത്ത് ആമേൻ ദൈവം നൽകുന്ന നിയോഗത്തിനനുസരിച്ച് നീ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ പ്രാപിപ്പാനിടയാകും. ഹല്ലേലൂയ. നിന്റെ സമയത്ത് ചെന്നാൽ എന്ത് ചെയ്യത്തില്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തൂടെ സഞ്ചരിച്ചാൽ എന്ത് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്നത് അനുസരിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ നിയോഗം അവൻ അനുസരിച്ച് നീ സഞ്ചരിക്കാൻ തയ്യാറായ ഈ കാഞ്ഞിരപ്പള്ളി ആ ഷോപ്പിൽ തന്നെ എന്ത് ചെയ്യണം. ചെല്ലണം. ഹല്ലേലൂയ. ആമേൻ. ഞായറാഴ്ച ആരാധിക്കാൻ പോണോ? ഞായറാഴ്ച ആരാധിക്കണോ? പ്രാർത്ഥിക്കണമെന്ന്, ആരാധിക്കണമെന്ന്, ആമേൻ, ദൈവവചനം ധ്യാനിക്കണമെന്ന്. ഹല്ലേലൂയ. കാഞ്ഞിരപ്പള്ളിയിൽ ഒരാൾ നിനക്ക് 5 ലക്ഷം തരണമെങ്കിൽ നീ ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്നാലേ ഹല്ലേലൂയ. ആമേൻ. ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട് ഇല്ലേ? ആമേൻ. ഈ ലോണിന് വേണ്ടി ചെന്നിട്ട് അവര് പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. ഡോക്യുമെന്റ്സിന് ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആധാർ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആധാർ വേണമെങ്കിൽ പൗരത്വം വേണം. ഹല്ലേലൂയ. സ്തോത്രം. പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിനക്ക് ദൈവരാജ്യത്തിനകത്ത് അംഗത്വം ഉണ്ടോ? പൗരത്വം ഉണ്ടോ? ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നുള്ളത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരു കാര്യം കൂടെ പറയാം. ആമേൻ. നമ്മളൊക്കെ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ അല്ലെ? സ്തോത്രം. ആമേൻ. സമ്പാദിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. സ്തോത്രം. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്തോണം? സമ്പാദിച്ചോണം. പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്തോണം? ഇപ്പൊ ഫേമ ഇരുന്നിട്ട് 10ാം ക്ലാസ്സിലെ ആമേൻ ക്ലാസ്സിൽ പോയി പഠിക്കണമെന്ന് വിചാരിച്ച കുഞ്ഞു വിടുവോ? അതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ എന്ത് ചെയ്യണം? 9ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായം എത്രയാ? 13 അല്ലെ? അവൻ 13ാം വയസ്സിൽ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചോണ്ട് നടന്ന മനസ്സിലായോ? 13ലും പിന്നെ കല്യാണം കഴിക്കുന്നവരുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ 13ാമത്തെ വയസ്സിൽ ചിന്തിക്കേണ്ടതും 13ാമത്തെ വയസ്സിൽ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പൊ ആമേൻ. സമ്പാദിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? സമ്പാദിക്കണം. പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? ഉഴപ്പന്മാരാകരുതെന്ന്, മടിയന്മാരാകരുതെന്ന്. ഹല്ലേലൂയ. അങ്ങനെ സമ്പാദ്യം മുഴുവൻ തട്ടുകട കൊണ്ട് പുട്ടടിച്ചെന്ത് ചെയ്യരുത്. ഹല്ലേലൂയ. ഇപ്പോഴല്ലേ ആമേ തട്ടുകടയിൽ പോയി പുട്ടടിക്കാൻ പറ്റത്തുള്ളൂ. ആമേ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല. ഇന്നത്തെ പിള്ളേരുടെ ചിന്ത ഏതാ? ആമേൻ 45-50 ആയ ആമേൻ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പിടിക്കുന്നത് കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാം? തട്ടാം. ഇപ്പൊ തട്ടുന്നത് കൊണ്ടാണ് അപ്പൊ തട്ടാൻ പറ്റാത്തത്. ഹല്ലേലൂയ. അപ്പോ ഈ നല്ല പ്രായത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ തയ്യാറാകുന്ന ആരും ആമേൻ പിൻകാലത്ത് എന്ത് ചെയ്യേണ്ടി വരില്ല. നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഒതുങ്ങി കഴിയേണ്ടി വരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറങ്ങുന്നവര് സ്വതന്ത്രം.
ആമേൻ. ഈ തണുപ്പാൻ കാലത്ത്, ആമേൻ, ഈ മഴയുള്ള സമയത്ത്, ഈ പ്രത്യേകിച്ച് ഞായറാഴ്ച അല്ലെ, ഒരു ദിവസം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ആമേൻ, ഈ എല്ലാരും ബാങ്കിൽ കൊണ്ട് ചുമ്മാ വെക്കാൻ പറ്റുമോ? അലമാരിക്കകത്താണ് വെറുതെ വെക്കാം, ബാഗിലാണ് വെറുതെ വെക്കാം. പക്ഷെ ബാങ്കിൽ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം വെക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അക്കൗണ്ട് തുറക്കണം. ഹല്ലേലൂയ. ചുമ്മാതൊന്നും അക്കൗണ്ട് കിട്ടത്തില്ലെന്ന്, ഐഡന്റിറ്റി വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, ചുമ്മാതൊന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഒക്കത്തില്ല. നിനക്ക് ഐഡന്റിറ്റി വേണം. ആമേൻ. നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ ദൈവ പൈതലായി ജീവിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവ പൈതലായി ആമേൻ നീ ജീവിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന്, ആ സ്വർഗീയ അക്കൗണ്ടിൽ നിന്ന് ആമേൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇവിടുത്തെ യൂണിയൻ ബാങ്കില്, ഇവിടുത്തെ SBIയില്, ഫെഡറൽ ബാങ്കില്, കാനറ ബാങ്കില്, ഇന്ത്യൻ ബാങ്കില്, സൗത്ത് ഇന്ത്യൻ ബാങ്കില്, അല്ലെ, അസോസ് ബാങ്കില്, പിന്നെ ഒത്തിരി ഉണ്ടല്ലോ. ആമേൻ. ചുമ്മാതെ അക്കൗണ്ട് തുറക്കാൻ പറ്റത്തില്ല. ആമേൻ. അവര് പറയുന്ന എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം. ചുമ്മാ ആരെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യൂ? ആമേൻ. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്തില്ല? ഡിപ്പോസിറ്റ് ചെയ്തില്ല. അപ്പൊ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരെല്ലാം ആമേൻ ആവശ്യമുള്ള സമയത്ത് ഈ കാർഡ് ഇട്ടെടുത്ത് എന്ത് ചെയ്യും? ഉപയോഗിക്കും. ചുമ്മാ കാർഡിട്ട് കിട്ടുമോ? എന്ത് ചെയ്യണം? ഡിപ്പോസിറ്റ്. ആമേൻ. ഉശിരുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ കിടന്നുറങ്ങിയിട്ട് കാർഡ് കൊണ്ടിട്ട എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. നിനക്ക് ലഭിക്കുന്ന സമയം നീ നഷ്ടപ്പെടുത്തരുത്. നീ അധ്വാനിക്കണം. ആമേൻ. നീ സമ്പാദിക്കണം. ആമേൻ. നീ ഡിപ്പോസിറ്റ് ചെയ്യണം. എന്നാലേ നിനക്ക് ആവശ്യമുള്ളപ്പോ കാർഡിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ആത്മീയത്തിലേക്ക് വരട്ടെ. നിനക്ക് ആരോഗ്യമുള്ളപ്പോ നീ എഴുന്നേറ്റ് ആരാധിച്ചോണം. നിനക്ക് ആരോഗ്യമുള്ളപ്പോ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആമേൻ. ചോരത്തളപ്പില് ആമേൻ ആ ധൂർത്തപുത്രനെ പോലെ അപ്പനെ മറന്ന്, ദൈവത്തെ മറന്ന് നീ പോയാ വാർദ്ധക്യ സഹജമാകുന്ന കാലം വരുമ്പോൾ നീ കൊഴയും. നീ കൊഴയാതിരിക്കണമെങ്കിൽ ആമേൻ വാർദ്ധക്യം നരയമുള്ള കാലത്തും ആമേൻ അനുഭവിക്കാൻ ഈ നല്ല പ്രായത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ നീ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ, അവിടെ നീ ഡിപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നിന്റെ വാർദ്ധക്യത്തിലും നിന്റെ നരയ്ക്കുന്ന പ്രായത്തിലും ആമേൻ സ്വർഗത്തിൽ നിന്ന് ചില നന്മകളെ പ്രാപിച്ച് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഉഴപ്പരുതേ, ഉറങ്ങരുതേ. ഇന്ന് പകൽ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ ആമേൻ. നിന്റെ കൂടാരത്തിന്റെ ആമേൻ തലത്തെ വിശാലമാക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് പറയുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. യേശുവിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശുവിൽ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് പകൽ മരണത്തെ, പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കയറിപ്പോയ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആർക്കാണ് മഹത്വം കാണുവാൻ കഴിയുന്നത്? വിശ്വസിക്കുന്നവർക്ക്. നാളിതുവരെ യേശുവിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആമേൻ ഈ ദിവസം ആമേൻ നിനക്കാണ്. ഹല്ലേലൂയ. ആമേൻ. നീ പാപം ചെയ്ത് അകന്നു പോയ വ്യക്തിയാണെങ്കിൽ ആമേൻ ഇന്ന് പകൽ നീ മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ആമേൻ വിശ്വാസം വർദ്ധിപ്പിക്കുക. രണ്ട്, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. മൂന്ന്, ആരാധന വർദ്ധിപ്പിക്കുക. ആമേൻ. ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ വർദ്ധിച്ചാൽ
ജീവിതത്തിന്റെ അതിരുകൾ വിശാലമാകും. ഈ ദൂത് ഏറ്റെടുക്കും. ഒന്നെന്ത് ചെയ്യണം? വിശ്വാസം വർദ്ധിപ്പിക്കണം. രണ്ടെന്ത് ചെയ്യണം? പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. മൂന്നെന്ത് ചെയ്യണം? ആരാധന വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ജീവിതത്തിന്റെ അതിരുകൾ എന്ത് ചെയ്യും? വിശാലമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ ഇടത്തോട്ടും വലത്തോട്ടും, 3-ാം വാക്യം ഒന്ന് വായിച്ചേ, വേഗം വായി. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യനഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. അത് ഏത് എഡിഷനാ? അതിൽ നിന്നൊന്ന് വായിച്ചു, ബൈബിളിൽ നിന്ന് വായിച്ചു. അങ്ങനെ തന്നെയാണ്. ഓക്കെ. സ്തോത്രം. ആമേൻ. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യനഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട. നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട. നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ ആമേൻ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഈ POC ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിളുണ്ട്. ആമേൻ. അത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ മൊബൈലിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആമേൻ. അത് പ്രൊട്ടസ്റ്റന്റ് സഭ വിഭാഗം എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. ആമേൻ. ലാറ്റിൻ, ആമേൻ, റോമൻ കത്തോലിക്ക സഭയും ആമേൻ ലാറ്റിൻ സഭയുമാണ് അത് ഉപയോഗിക്കുന്നത്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ കൂടാരം വിശുദ്ധമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. സ്തോത്രം. അടുത്ത വാക്യം, 3-ാം വാക്യം. നീ ഇരുവശത്തേക്കും അതിരു ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും. ആമേൻ. വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനർത്ഥം തലമുറകൾ വിദേശ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? പോകും. ഹല്ലേലൂയ. നാം വായിച്ചത് ഇങ്ങനെയല്ലേ? ആമേൻ. 3-ാം വാക്യം വായിച്ചേ. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. എന്ത് ചെയ്യും? പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും. ആമേൻ. വിദേശ രാജ്യങ്ങളിലേക്ക് തലമുറകൾ പോകുന്നു. നീ എന്ത് ചെയ്താൽ നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ആമേൻ, ദൈവത്തെ ആരാധിക്കുവാനും. സ്തോത്രം. 3 കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ കഷ്ടത ദൈവം എന്ത് ചെയ്യും? മാറ്റും. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, തലമുറകൾ രാജ്യങ്ങളിൽ പരക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂതാ കേട്ടോ. ആമേൻ. നീ പോകാത്ത രാജ്യത്തേക്ക് നിന്റെ തലമുറയെ ദൈവം എന്ത് ചെയ്യും? അയക്കും. അനൂപ സ്വോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ തലമുറ ആമേൻ രാജ്യങ്ങളിൽ പരക്കും. എനിക്കറിയത്തില്ല
ഇന്ന് പകൽ ആമേൻ ഞാൻ ഈ ദൂത് ഏറ്റെടുക്കുകയാ. ആമേൻ എന്റെ തലമുറയെ ആമേൻ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ എന്റെ ദൈവം മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം ഈ പകൽ പറയുന്നു, ആമേൻ നിന്റെ അതിരുകളെ വിശാലമാക്കുക. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ആരാധിക്കുക. നീ പോകാത്ത രാജ്യങ്ങളിൽ ആമേൻ നിന്റെ തലമുറകൾ എത്തപ്പെടും, തലമുറകൾ പരക്കും. ഹല്ലേലൂയ. ആമേൻ ജീവിതത്തിന്റെ അതിരുകൾ വിശാലമാകുമെന്ന്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ നിന്റെ സാഹചര്യത്തെ ഓർത്ത് നീ വിതുങ്ങുകയാണോ, സങ്കടപ്പെടുകയാണോ, നിരാശപ്പെടുകയാണോ? ആമേൻ ഇന്ന് പകൽ നീ ഒന്ന് ഉണരുക, നീ ഒന്ന് പ്രാർത്ഥിക്കുക, നീ ഒന്ന് വിശ്വസിക്കുക, നീ ഒന്ന് ദൈവത്തെ സ്തുതിക്കുക. ഓ, നീ എത്തപ്പെടാത്ത മേഖലകളിൽ നിന്റെ തലമുറ എത്തപ്പെടും. നീ ചെയ്യാത്ത കാര്യങ്ങൾ നിന്റെ തലമുറ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ആമേൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ മക്കൾ രാജ്യങ്ങളിലേക്ക് പരക്കും. പ്രൈസ് ഗോഡ്. ദൈവം ഒരുക്കിയ സ്ഥലങ്ങളിൽ എത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. ഇന്ന് പകൽ ആരൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങളെ ഓർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇങ്ങനെ പോയാൽ എന്റെ സ്ഥിതി എന്താകും, എന്റെ നാളെ എന്താകും, എന്റെ തലമുറയുടെ ജോലി, എന്റെ തലമുറയുടെ ഭാവി, എന്റെ തലമുറയുടെ വിദ്യാഭ്യാസം, എന്റെ തലമുറയുടെ വിവാഹം, എന്റെ ഭവനത്തിന്റെ പണി, എന്റെ അമ്മയുടെ രോഗം, എന്റെ അപ്പന്റെ കഷ്ടത. ഇങ്ങനെയായാൽ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നു, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. നീ ലജ്ജിച്ചു പോയില്ല. നീ ലജ്ജിച്ചു പോകയില്ല. നീ ലജ്ജിച്ച് കാണുവാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. നിന്റെ തലമുറ മുഖാന്തരം നീ ലജ്ജിക്കുന്നത് കാണുവാൻ. ഓ, നിന്റെ ആമേൻ ജീവിതത്തില് ആമേൻ കഷ്ടത കണ്ട് ആമേൻ പലരും പറയുന്നു, ഇനി നന്നാകത്തില്ല, നീ ഉയരത്തില്ല, നീ നശിക്കും, ആമേൻ നീ ലജ്ജിക്കും. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു, നീ ലജ്ജിക്കുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. സ്തോത്രം. സ്വന്തക്കാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, ഉറ്റവരുടെ മുമ്പിൽ നീ നാണിച്ചു പോകത്തില്ലെന്ന്. അവൻ നിന്റെ തലമുറ മുഖാന്തരം നീ നാണിച്ചു പോകുവാൻ, നീ ലജ്ജിച്ചു പോകുവാൻ ഇടവരാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ തലമുറകളെ ഓർത്ത് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാവും. അവൻ നിനക്ക് പണമില്ലായിരിക്കാം, നിനക്ക് കഴിവില്ലായിരിക്കാം, നിനക്ക് സാഹചര്യങ്ങളില്ലായിരിക്കാം, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉലകത്തിൽ ആരുമില്ലായിരിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കരമുണ്ട്. ആരാധിക്കുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കരമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ അവൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കരമുണ്ട്. ആ കരം ആമേൻ അനുദപിച്ച ഇളയ മകനെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ അപ്പന്റെ കരം വാത്സല്യത്തിന്റെ കരമാണ്. ആമേൻ ആ മടങ്ങി വന്ന അപ്പന് വേണ്ടി ആമേൻ കരുതിയ കരമാണ്. ഇന്ന് പകൽ പരാതിയും പരിഭവവും ആമേൻ കുറ്റം പറയുന്നതും ആക്ഷേപം പറയുന്നതും എല്ലാം നിർത്തിയിട്ട് ഹല്ലേലൂയ ഒന്ന് യഥാർത്ഥമായി മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ പകൽ ചിലരോട് പറയുന്നു, നീ ലജ്ജിതനാകില്ല. ആമേൻ നീ തോറ്റുപോകയില്ല. ആമേൻ നീ ഉപേക്ഷിക്കപ്പെടുകയില്ല. കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, കൂടുതൽ സമയം ആരാധിക്കുക, മടി പിടിച്ചിരിക്കരുത്. ഹല്ലേലൂയ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് അനുസരണത്തിലാണ്. നീ ഇത് ചെയ്യുവാൻ മടിക്കാഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്നത് കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അലസത മാറ്റിയിട്ട് ആമേൻ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് ആമേൻ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആമേൻ പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ, ദൈവവചനം വായിപ്പാൻ തയ്യാറാകും. ഹല്ലേലൂയ. ആമേൻ. അതേ അനുസരണത്തിലാണ് ഹല്ലേലൂയ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. ആമേൻ. ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോണോ?
ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ആമേൻ, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ കാട്ടിൽ ജയിച്ചതും നാട്ടിൽ ജയിച്ചതും വീട്ടിൽ ജയിച്ചതും ആമേൻ ആരെ ആരാധിച്ചത് കൊണ്ടാ? ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. ആരാധിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുക. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളാര് ആമേൻ ആരാധിക്കാൻ മുമ്പിലാ. എന്താ കാര്യം? ജീൻസും പാന്റും ഷൂസും അണിഞ്ഞ് സ്റ്റേജിൽ കയറി ചാടാ, അല്ലേ? ശ്രോത്രം, ആമേൻ. ആരാധിക്കാൻ മുമ്പിലുണ്ട്, പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ. ആരാധിക്കുന്ന ആമേൻ പിള്ളാരോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യത്തില്ല? ഹല്ലേലൂയ. ആരാധിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആമേൻ. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രം പോരാ, എന്ത് ചെയ്യണം? അനുസരിക്കണം, അല്ലേ? ഷോ കാണിക്കാൻ വേണ്ടി ആരാധിക്കുന്നവരുണ്ട്. ആമേൻ. കയ്യടി കിട്ടാൻ വേണ്ടി പാടുന്നവരുണ്ട്, അല്ലെ? ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഗാംഭീര്യ വാക്കുകൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ ദുഷ്ടന്മാരുടെ കൂടെ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ എന്നുള്ള വചനം എന്ത് ചെയ്യത്തില്ല? അനുസരിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അനുസരിക്കുക. അപ്പോൾ വഴികൾ തുറക്കും, അതിരുകൾ വിശാലമാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തോട് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ചേർന്ന് നിൽക്കുവാൻ എത്ര പേര് തയ്യാറാകും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് പകൽ എത്ര പേർ അതിന് തയ്യാറാകും? ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് പകൽ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുവാൻ എത്ര പേര് തയ്യാറാണ്? വഴിയൊരുക്കും അവരാഴികളിൽ വലങ്കൈ പിടിച്ചെന്ന് വഴി നടത്തും. പാലം വല്ല പുതുവഴി തുറന്നു.
കണ്ണു നീരാവൻ തുടച്ചു കരുതോ അവൻ നിന്നെ വിടുവിച്ചിടോ അമ്മേ നിന്നെ വിടുവിച്ചിടോ
പ്രയാണത്തിൽ കാണിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? അവൻ വേണ്ടതല്ല തളരാതെ പ്രയാണത്തിൽ കാണിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? വഴിയൊരുക്കുന്നവൻ, ആടുകളിൽ ഹല്ലേലൂയ വലങ്കൈ പിടിച്ചു നടത്തുന്ന ആമേൻ ആ നല്ല കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നല്ല ഓഹരിയാണ്, കഷ്ടങ്ങളിൽ നല്ല തുണയാണ്. ഹല്ലേലൂയ അവൻ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആരെങ്കിലും പിറുപിറുക്കുന്നുണ്ടോ? ഹല്ലേലൂയ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ്, ഹല്ലേലൂയ ഭർത്താവിനെ പഴി പറഞ്ഞ്, ഭാര്യയെ പഴി പറഞ്ഞ്, അപ്പനെ പഴി പറഞ്ഞ് പിറുപിറുക്കുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആരെങ്കിലും ഈ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ ആമേൻ 9-ാം വാക്യം വേഗത്തിലൊന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അഹരോനോട് മോശ യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവിൻ, അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറക എന്ന് പറഞ്ഞു. ആമേൻ. ഒന്ന് നിർത്തി അനുഭവം വായിച്ചേ. 16-ന്റെ 9.
Praise the Lord. വേഗത്തിൽ വായിച്ചു. അഹരോനോട് മോശ യഹോവയുടെ മുൻപാകെ അടുത്തു വരുവിൻ. ശ്രദ്ധിച്ചേ, അഹരോനോട് പറയുക മോശ ആമേൻ യഹോവയുടെ മുമ്പാകെ അടുത്ത് വരിക. Praise the Lord. ഇന്ന് പകൽ ആമേൻ ദൈവത്തോട് ആര് അടുത്ത് വരുമോ ആമേൻ അവർക്കാണ് നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവരുടെ അതിരുകളാണ് വിശാലമാകുന്നത്. Praise the Lord. ഹല്ലേലൂയ. അവരുടെ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അവർക്കാണ് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മോശയിലൂടെ അഹരോനോട് ദൈവം പറയുകയാണ് യഹോവയുടെ മുമ്പാകെ അടുത്തു വരിക. അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നുവെന്ന്. മതി. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ആരാധന ശ്രദ്ധിച്ചു എന്നല്ല, Praise the Lord. അവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു എന്നല്ല, അവരുടെ പിറുപിറുപ്പ്. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? കേട്ടു. ആമേൻ. അവര് പിറുപിറുക്കാൻ കാരണം എന്താണെന്നറിയോ? മന്തിയില്ല എന്നല്ല, ഭക്ഷണമില്ല. ഇന്ന് നമ്മുടെ പിള്ളേര് പിറുപിറുക്കുന്നത് എന്തിനാ? ചിക്കൻ 65 മന്തി. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ. ആമേൻ. അവർക്ക് ഭക്ഷണമില്ലായിരുന്നു. പക്ഷേ ആമേൻ അതിന്റെ 14 വാക്യം ഒന്ന് വായിച്ചു. വീണുകിടന്ന മഞ്ഞു മാറിയ ശേഷം എവിടെയാ ഇത് സംഭവിക്കുന്നറിയോ? മരുഭൂമി. സ്വന്തം മരുഭൂമി. മഴയുണ്ടോ? മഞ്ഞുണ്ടോ? നമ്മുടെ വീട്ടിനകത്ത് ഒരു പെട്ടിയുണ്ട്, ഇല്ലേ? ആ പെട്ടിക്കകത്ത് മഞ്ഞുണ്ടോ? ഉണ്ടോ? ഫ്രിഡ്ജിന്റെ അകത്ത് ഇങ്ങനെ മഞ്ഞ് പൊങ്ങിയില്ലേ? സ്വതന്ത്രം. അപ്പൊ വീട് ചൂട് ഉള്ള സമയത്തും വീട്ടിനകത്തിരിക്കുന്ന പെട്ടിക്കകത്തുണ്ട് മഞ്ഞുണ്ട്. ഈ മഞ്ഞുള്ള പെട്ടിക്കകത്ത് നമ്മൾ ഇടയ്ക്ക് എന്തുകൊണ്ട് വെക്കാറുണ്ട്? മീറ്റ് വെക്കാറുണ്ട്, ഫിഷ് വെക്കാറുണ്ട്, ഇല്ലേ? വെജിറ്റബിൾ വെക്കാറുണ്ട്. എന്തിനാ അവിടെ കൊണ്ടുവെക്കുന്നേ? ഹല്ലേലൂയ. അപ്പോ പ്രതീക്ഷിക്കാൻ ഒരു വകയില്ല മരുഭൂമിയിൽ. സ്വത്രം. മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിനകത്ത് ആമേൻ കോഴിയെ കൊണ്ടിട്ടാൽ എന്താ? വറുത്ത് കിട്ടും, അല്ലേ? ഇല്ലേ? ചൂടേറിയ അവസ്ഥയില് ആമേൻ പച്ചക്കറി കൊണ്ടുവച്ച കരിഞ്ഞു പോവില്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ പെട്ടി എന്തിനാ? ചീത്തയാകാതെ ഫ്രഷ് ആയിട്ട് ആമേൻ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ആമേൻ സൂക്ഷിക്കാനല്ലേ? ആണോ? നോക്കിക്കേ, പിറുപിറുത്ത ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ മഞ്ഞിറക്കി. ആ മഞ്ഞ് മാറിയപ്പോ വീണുകിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലാവരും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ ഇതെന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. ആമേൻ. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ആമേൻ ശ്രേഷ്ഠമായത്, ആമേൻ മൃഷ്ടാനമായത്, ആമേൻ കേടുകൂടാതെ എടുത്തുപയോഗിക്കാൻ പാകത്തിന് കൊടുത്തെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഫ്രിഡ്ജിനകത്ത് കേടുകൂടാതിരിക്കുന്ന ആമേൻ ആഹാര പദാർത്ഥങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ ആമേൻ തന്റെ ജനത്തിന് വേണ്ടി ഒരു
സാധ്യതയും ഇല്ലാത്ത മണലാരണ്യത്തിനകത്ത് മഞ്ഞ് കൊണ്ടുവന്നിട്ട് കിഴക്കൻ കാറ്റടിപ്പിച്ചിട്ട് അതിനകത്ത് വേണ്ടുന്നത് ഒരുക്കി കൊടുത്ത ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിന്നെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഒന്ന് അനുദപിച്ച് മടങ്ങി വരാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. അവർക്ക് ഭക്ഷണമില്ലായിരുന്നു, പക്ഷെ ദൈവം മഞ്ഞിനകത്ത് മഞ്ഞ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവം കരുതൽ നൽകി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചില കരുതലുകൾ മഞ്ഞിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, പക്ഷേ ശരിയായ സമയത്ത് അത് വെളിപ്പെടും. വിശ്വാസത്തോടെ നിൽക്കുക, പ്രാർത്ഥനയിൽ നിൽക്കുക. കാരണം പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവം ഇന്നും കാറ്റുകൾ അയക്കുന്നു. കടലിൽ നിന്നും കാടകളെ കൊണ്ടുവന്നതുപോലെ, ചെങ്കടൽ പിളർത്തിയതുപോലെ ആമേൻ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം വഴികൾ തുറക്കും. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 ആമേൻ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സംഖ്യാ പുസ്തകം 11 അധ്യായം 31, 32 വാക്യം വേഗത്തിൽ വായിച്ചാൽ. സ്തോത്രം. സംഖ്യാ പുസ്തകം 11 അധ്യായം 31, 32. ഹല്ലേലൂയ. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. നോക്കണേ, ദൈവം തന്റെ ജനത്തിന് വേണ്ടി കാറ്റടിപ്പിച്ച് ഊതി കാടയെ കൊണ്ടുവന്നെന്ന്. പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നോക്കണേ, കയ്യെത്തും ദൂരത്ത് അവൻ എത്തിച്ചു കൊടുത്ത ദൈവത്തിന്റെ മഹാപ്രവൃത്തി. പ്രിയ ദൈവമക്കളെ, ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഒരു ശക്തമായ സന്ദേശമാണ്. ചിലർ ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അല്ലെ? ഹല്ലേലൂയ. സാമ്പത്തികമായി, ആത്മീയമായി, കുടുംബത്തിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിന്റെ പല മേഖലകളിലും. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം ആദ്യം അനുഗ്രഹം തരാം എന്ന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യം സ്ഥലം ഒരുക്കാൻ പറഞ്ഞു. ആമേൻ. കാരണം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി നീ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. അതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 ആമേൻ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊരുക്കും. സ്തോത്രം. ഒരു വീട് പണിയുന്നതിന് മുമ്പ് സ്ഥലമൊരുക്കും. ആമേൻ. ഒരു കുഞ്ഞ് ആമേൻ ജനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും, ഇല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന നന്മകൾക്ക് വേണ്ടി നീ ആത്മീയമായി തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ആമേൻ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 54:2 വിഷയം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. അതിനർത്ഥം നിന്റെ വിശ്വാസം വികസിപ്പിക്കുക. അവൻ ചെറിയ ചിന്തകൾ മാറ്റുക. അമേൻ. പരിമിതികൾ മാറ്റുക. എനിക്ക് ഇത്രയേ സാധിക്കൂ, അവൻ എന്റെ ജീവിതം ഇങ്ങനെ ഇരിക്കൂ എന്ന ചിന്തകൾ ഉപേക്ഷിക്കുക. ദൈവം നിന്നെ പരിമിതികളിൽ പൂട്ടിയിട്ടില്ല. അവൻ നീ വിചാരിക്കുന്നതിലും വലിയ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ചിലപ്പോൾ നാം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അതിരുകൾ വരയ്ക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, അവൻ തടുത്തു കളയരുത്. വായിച്ചേ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലങ്ങളെ അവർ നിവർത്തിക്കട്ടെ.
തടുത്തു കളയരുത്. തടുത്ത് കളയരുത്. നീ നിന്നെ തന്നെ തടയരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. എനിക്ക് ഇത്രയേ കഴിവുള്ളൂ, എന്നെ കൊണ്ട് ഇത്രയേ പറ്റത്തുള്ളൂ. ആമേൻ, ഞാൻ പഠിച്ചാലും, ഞാൻ ആമേൻ ജയിച്ചാലും, ആമേൻ ഞാൻ എന്ത് ചെയ്താലും അത് സക്സസ് ആകത്തില്ലെന്ന് നീ പറഞ്ഞ് നീ ഒതുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ തന്നെ നിന്നെ തടയരുത്. ആമേൻ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമേൻ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനിടയാകണം. 2 ആമേൻ വായിച്ചാട്ട്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കയറുകളെ നീട്ടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കയറുകൾ നീട്ടുന്നത് വികസനത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രാർത്ഥനയുടെ കയറുകൾ നീട്ടുക, ആരാധനയുടെ കയറുകൾ നീട്ടുക, വചന ധ്യാനത്തിന്റെ കയറുകൾ നീട്ടുക, ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം വർദ്ധിപ്പിക്കുക. ആമേൻ, ചില അനുഗ്രഹം ആഗ്രഹിക്കുന്നു, ആമേൻ, ചിലർ നന്മകൾ ആഗ്രഹിക്കുന്നു, പക്ഷെ പ്രാർത്ഥിക്കാൻ സമയമില്ല. ചിലർ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ ദൈവത്തോട് അടുക്കാൻ സമയമില്ല. ഇന്ന് ദൈവം പറയുന്നു, എന്നോട് അടുത്ത് വരിക. പ്രൈസ് ദി ലോർഡ്, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. 3-ാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ കൂടാരങ്ങൾ അടിക്കുമ്പോ ഈ സർക്കസുകാരൊക്കെ വന്നിട്ട് കൂടാരം വീഴാതിരിക്കാൻ വേണ്ടി 4 പാട് കുറ്റി അടിച്ച് കയറുകൾ എന്ത് ചെയ്യും? കെട്ടും. കുറ്റികളെ ഉറപ്പിക്കുക. കാറ്റ് വന്നാലും കൂടാരം വീഴാതിരിക്കാൻ കുറ്റികൾ ഉറപ്പിക്കണം. ജീവിതത്തിലും അതുപോലെയാണ്. പ്രശ്നങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, വേദനകൾ വരാം, പക്ഷേ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ വീഴുകയില്ല. ആമേൻ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവൻ വീഴുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീഴുകയില്ല. അതാണ് ആമേൻ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വേഗത്തിൽ വായിച്ചാൽ. പുറപ്പാട് 14-ാം അധ്യായം 22-23. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. കടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. കണ്ടോ? ആമേൻ. ചെങ്കടൽ പിളർന്ന ദൈവം. ഇസ്രായേൽ ജനങ്ങൾ മുന്നിൽ, ഹല്ലേലൂയ, ചെങ്കടൽ പിന്നിൽ, ഫറവോന്റെ സൈന്യം. ആമേൻ. വലത്തും ഇടത്തും വഴിയില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ കണക്കിൽ എല്ലാം അവസാനിച്ചു, പക്ഷേ ദൈവത്തിന്റെ കണക്കിൽ അതാണ് തുടക്കം. ആമേൻ. ചിലർ ഇപ്പോൾ ഇതേ അവസ്ഥയിലാണ്. ഹല്ലേലൂയ. മുന്നിൽ കടൽ, പിന്നിൽ പ്രശ്നങ്ങൾ. ആമേൻ. അതേ, ചുറ്റും ഇരുട്ട്. പക്ഷെ കേൾക്കൂ, നിനക്ക് വഴി കാണുന്നില്ല എന്നതുകൊണ്ട് ദൈവത്തിന് വഴിയില്ല എന്ന അർത്ഥമില്ല. ആമേൻ. മോശ കൈനീട്ടിയപ്പോൾ ദൈവം കാറ്റയച്ചു, കടൽ പിളർന്നു, ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കാണാത്ത വഴികൾ ഞാൻ ഒരുക്കുന്നു. മനുഷ്യർ അടച്ച വാതിലുകൾ ദൈവം തുറക്കും. ഹല്ലേലൂയ. നീ കടന്നു പോകേണ്ട സ്ഥാനത്ത് വഴിയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം ആമേൻ അതിന്റെ 9, 14, ആമേൻ 17 വാക്യങ്ങളിൽ നാം വായിച്ചു. ആമേൻ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്തത്. മന്നയുടെ അത്ഭുതം. ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ വിശന്നു, അവർക്ക് ഭക്ഷണമില്ല, പക്ഷെ ദൈവത്തിന് പരിഹാരമുണ്ടായിരുന്നു. ആമേൻ. രാവിലെ മഞ്ഞ് വീണു, മഞ്ഞു മാറിയപ്പോൾ മന്ന പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ട. ദൈവത്തിന്റെ കരുതൽ പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് ഉടനെ കാണാൻ കഴിയില്ല. മഞ്ഞിനിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹം പോലെ ഇന്ന് ചിലർ ചോദിക്കുന്നു, നിന്റെ അനുഗ്രഹം എവിടെയാ? എന്റെ അനുഗ്രഹം എവിടെയാണ്? ഹല്ലേലൂയ.
എന്റെ പ്രാർത്ഥനയുടെ മറുപടി എവിടെയാണ്? ദൈവം പറയുന്നു, ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശരിയായ സമയത്ത് അത് വെളിപ്പെടും. ഇസ്രായേൽ മക്കൾ പെറുക്കാൻ പോയപ്പോൾ ഓരോരുത്തർക്കും മതിയായത് ലഭിച്ചു. ആമേൻ. ഒരാൾക്കും കുറവില്ലായിരുന്നു. ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവം നിന്റെ ആവശ്യം അറിയുന്നു. ദൈവം നിന്റെ കുടുംബത്തിന്റെ ആവശ്യം അറിയുന്നു. നിന്റെ മക്കളുടെ ഭാവി അറിയുന്നു. നിന്റെ കണ്ണുനീർ അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് അരുളി ചെയ്യുന്നത്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, നീ ആമേൻ നാണിച്ചു പോകുകയില്ല. ഞാൻ നിന്റെ അതിരുകൾ വിശാലമാക്കൂ. നീ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. നിനക്കായി ഞാൻ കാറ്റുകൾ അയക്കും, അടഞ്ഞ കടലുകൾ പിളർക്കും. ഹല്ലേലൂയ. മഞ്ഞിനടിയിൽ ആമേൻ സൂക്ഷിച്ച അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തും. ആമേൻ. നിന്റെ സന്തതികൾ ഉയരും. നിന്റെ വീട്ടിൽ എന്റെ സമാധാനം നിറയും. നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിരിക്കുന്നു. നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടിരിക്കുന്നു. ഇനി നിന്റെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കും. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? എല്ലാ കണ്ണുകളും അടച്ചിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് കേൾക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശക്തമാക്കണമേ. മുമ്പിലുള്ള ചെങ്കടൽ പിളർക്കണമേ. അടഞ്ഞ വാതിലുകൾ തുറക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരെ സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഭാരപ്പെട്ട ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. മക്കൾക്കായി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കണമേ. മരുഭൂമിയിൽ മന്ന നൽകിയതുപോലെ ഓരോ കുടുംബത്തിനും ആവശ്യമായത് നൽകണമേ. ചെങ്കടൽ പിളർത്തുക, അസാധ്യമായ കാര്യങ്ങളിൽ വഴി തുറക്കണമേ. ഈ ആഴ്ച അത്ഭുതങ്ങളുടെ ആഴ്ചയാകട്ടെ. ഈ മാസം സാക്ഷികളുടെ മാസമാകട്ടെ. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും കർത്താവേ, അവരുടെ ആവശ്യങ്ങളെയും ഹല്ലേലൂയ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷിപ്പാനിടയാകട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, കൂടെ പറത്തു ബന്ധുമന്ത്രാദികൾ, ചാർച്ച ബന്ധുക്കാർ, ഉറ്റവർ ഉടയവർ എല്ലാവരും ക്രിസ്തുവിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ നാമം പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കൂടെയുണ്ടേശു, കൂടെയുണ്ട്, കൂട്ടിനാമേരെന്നും കൂടെയുണ്ട്, കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനാമേരെന്നും കൂടെയുണ്ട്, കൂടെയുണ്ടാകരെ കൂടെയുണ്ട്, കൂട്ടാളിയാൻ കൂടെയുണ്ട്, കൂടെയുണ്ടാകരെ കൂടെയുണ്ട്, കൂട്ടാളിയാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്, പേടിക്കയില്ല ഞാൻ മരണത്തെയോ, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്, പേടിക്കയില്ല ഞാൻ മരണത്തെയോ, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്, ആഴിയിലാഴത്തിൽ കൂടെയുണ്ട്, ആകാശ
ആകാശമേഘത്തിൽ കൂടെയുണ്ട്, ആഴിയിലാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘത്തിൽ കൂടെയുണ്ട്, ആവശ്യമേഘത്തിൽ കൂടെയുണ്ട്, ആശ്വാസനായകൻ കൂടെയുണ്ട്, ആവശ്യമേഘത്തിൽ കൂടെയുണ്ട്, ആശ്വാസനായകൻ കൂടെയുണ്ട്, വെള്ളത്തിൻ കൂടെ ഞാൻ നടന്നിടുവാൻ, വെള്ളമെന്നീടെ കവിയുകില്ല, വെള്ളത്തിൻ കൂടെ ഞാൻ നടന്നിടുവാൻ, വെള്ളമെന്നീടെ കവിയുകില്ല, വെന്തു പോകില്ല ഞാൻ എന്നോടു കൂടെയുണ്ട്, വെന്തു പോകില്ല ഞാൻ എന്നോട് കൂടെയുണ്ട്, പാകയും താഴെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമൻ കൂടെയുണ്ട്, പാകയും താഴെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമൻ കൂടെയുണ്ട്, ലോകത്തിലക്കൈരം കൂടെയുണ്ട്, ലോകത്തോളമൻ കൂടെയുണ്ട്, ലോകത്തിലക്കൈരം കൂടെയുണ്ട്, ലോകത്തോളമൻ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമൻ കൂടെയുണ്ട്, ലോകക്കിഴക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം കൂടെയുണ്ട്, എന്നോടു കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം കൂടെയുണ്ട്, എന്നോടും കൂടെയുണ്ട്, 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 കൂട്ടിനവരത്തം കൂടെയുണ്ട്, കൂടിരുൾ നാൾവരെ കൂടെയുണ്ട്, കൂട്ടാളിയാൻ കൂടെയുണ്ട്, കൂടിരുൾ നാൾവരെ കൂടെയുണ്ട്, കൂട്ടാളിയാൻ കൂടെയുണ്ട്. എല്ലാ നാളും കൂടെ ഇരിക്കുന്ന ആ നല്ല കർത്താവ് ഇന്ന് പകൽ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആദരനായിട്ടുണ്ടല്ലോ. ആമേൻ. ആ കരം നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. ആമേൻ. ആ വാത്സല്യത്തിന്റെ കരം എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ പൊതുവിനെ വഹിച്ച പ്രിയ സഹോദരി ഫേബ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ആശീർവാദത്തോടെ നമുക്ക് ഭവനത്തിലേക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. സ്തോത്രം. നല്ലവരെ വിശ്വസനമാക്കുമായതിനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച നല്ല പകൽക്കാലത്തിനായി നിന്നോട് വാഴ്ച കർത്താവേ, അനേകായിരങ്ങൾ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്ന് മൺമറഞ്ഞു പോയപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വായസ്വരങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഇന്ന് പകൽക്കാലം നിങ്ങൾ കർത്താവിന്റെ സന്ധ്യയിൽ ഇതുവരെയായി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശമായി സ്തോത്രം ചെയ്തു കർത്താവേ. കർത്താവേ, ഇന്നത്തെ എല്ലാ സഭായോഗം അനുഗ്രഹിക്കുന്നതോടൊപ്പം ദൈവമേ ഞങ്ങളുടെ ചെറിയ കൂട്ടത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേവദാസനെ ക്രൂശിന് മറവ് നിർത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ആ കേട്ട വചനങ്ങളെല്ലാം ഏറ്റെടുത്ത് കർത്താവ് ഞങ്ങൾക്ക് പിന്നെ ഒരാഴ്ച ജീവിക്കാൻ ആവശ്യമായ എല്ലാ ദൈവകൃപകളെയും ദൈവം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ആ കേട്ട ദൂതുകളെ തള്ളിക്കളയുന്നവരായിട്ടല്ല കർത്താവെ, അത് ഏറ്റെടുത്ത് പിന്നെയും അനനിലം ജയിപ്പാൻ എല്ലാ വ്യക്തി ജീവിതങ്ങളെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ കാത്തുരു അടിക്കണമേ കർത്താവെ. വരാതെ എല്ലാ ആപത്തിനും അനന്തങ്ങളും ദൈവങ്ങളെ കാത്തുരു ശുദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ആവശ്യത്തിനും മേൽ ദൈവത്തിന് കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ കർത്താവിന് കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടി ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ എല്ലാവരും നിറച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങുന്നു കർത്താവിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുന്ന ആഴ്ചക്കാലം ഞങ്ങൾ കാണുവോളം ദൈവത്തിന് കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമസ്ത വിഷയങ്ങളും നിന്റെ തിരുക്കൃതാറ്റി സമർപ്പിക്കുന്നപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവ് നാം തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ അനുഗ്രഹിച്ചതിനായി അനുഗ്രഹത്തോടെ ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കും ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, മാറാനാഥ എബെനേസറായി ദൈവം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഓൺലൈനിൽ ഓഫ്ലൈനിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിറ്റു ജോസ്, മേഘദീനം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് അയക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ആമേൻ. വീണ്ടും കൂടിക്കാണും വരെ ദൈവം അവിടിവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ദൈവഹിതമായ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് ആമേൻ, അതെ, മോർണിംഗ് ആമേൻ ഡിവോഷൻ ഉണ്ടായിരിക്കും. ആമേൻ. രാത്രി 9:30 ആമേൻ ഈവനിങ് ഡിവോഷൻ ഉണ്ടായിരിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ജയ് യേശു. ദൂർത്തൻ ഞാനായിരും ആത്താതൻ ദൈവമായിരും ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ആ ദിവസം ഇന്നീരുന്നു. ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിൽ എന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു.
ശ്വാസമിന്നീരുന്നു ആ ഭവമം യേശുവായിരുന്നു കണ്ണുനീർ തുടച്ച നാഥനെന്നെ ചേർത്ത് പിടിച്ച സ്നേഹമായിരുന്നു തള്ളിപ്പറഞ്ഞ ലോകം മുഴുവൻ എന്നെ മറന്ന നാളുകളിലും യേശുവിൻ സ്നേഹം മാത്രം എന്നെ തേടി വന്നതായിരുന്നു ആ ദിവസം ഇന്നീരുന്നു ആ ഭവനം യേശുവായിരുന്നു സുവിശേഷം കേൾ